കോഴിക്കോട് എലത്തൂരിൽ യുവതിയെ കൊലപ്പെടുത്തിയ കേസിലെ വൈശാഖന് മറ്റൊരു യുവതിയുമായി ബന്ധമുണ്ടായിരുന്നതായും ഈ ബന്ധമറിഞ്ഞ ശേഷം നടന്ന കലഹമാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നും കണ്ടെത്തൽ. ഭാര്യയുടെ അടുത്ത ബന്ധുവായ യുവതിക്ക് പുറമെ മറ്റൊരു യുവതിയെയും ഇയാൾ കെണിയിൽപ്പെടുത്താൻ ശ്രമിച്ചെന്ന് പോലീസ് അന്വേഷണത്തിൽ തിരിച്ചറിഞ്ഞു. ഈ വിഷയങ്ങൾ കൊല്ലപ്പെട്ട 26-കാരി ഡയറിയിൽ എഴുതിയിരുന്നതായി പോലീസ് അറിയിച്ചു. ഒന്നിച്ച് ആത്മഹത്യ ചെയ്യാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഭാര്യയുടെ ബന്ധുവായ യുവതിയെ കൊലപ്പെടുത്തിയ കേസിലെ വൈശാഖൻ ലക്ഷ്യമിട്ടത് 2 യുവതികളെയാണെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. ഭാര്യയുടെ അടുത്ത ബന്ധുവായ യുവതിക്ക് പുറമെ മറ്റൊരു യുവതിയെയും ഇയാൾ കെണിയിൽപ്പെടുത്താൻ ശ്രമിച്ചെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. ഇതേ തുടർന്ന് യുവതിയുമായി പലതവണ കലഹിച്ചിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചു. ഇക്കാര്യം കൊല്ലപ്പെട്ട 26-കാരി ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. രമ്യതയിലെത്താൻ വൈശാഖൻ ജില്ലയ്ക്ക് പുറത്തുള്ള പല ക്ഷേത്രങ്ങളിലും പൂജ നടത്തിയിരുന്നതായും അന്വേഷണത്തിൽ മനസ്സിലായി. വിവാഹിതനായ ശേഷം വൈശാഖൻ ഭാര്യയുടെ ബന്ധുക്കളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ഇതിന്റെ മറവിലാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുമായി 10 വർഷം മുമ്പ് അടുക്കുന്നത്. 16-ാം വയസ്സിൽ തന്നെ പെൺകുട്ടിക്ക് പലതരത്തിലുള്ള വാഗ്ദാനം നൽകി വൈശാഖൻ പീഡിപ്പിക്കാൻ തുടങ്ങി. തളമ്പാട്ട് താഴത്തെ വീട്ടിൽ വെച്ചാണ് ആദ്യമായി പീഡിപ്പിച്ചത്. പെൺകുട്ടിയുടെ അശ്ലീല വീഡിയോയും ക്യാമറയിൽ പകർത്തി. പിന്നീട് ഇവ തന്റെ കമ്പ്യൂട്ടറിലേക്കും മാറ്റി. ഈ ഹാർഡ് ഡിസ്ക് വൈശാഖന്റെ വീട്ടിൽ നിന്ന് സൈബർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രായപൂർത്തിയായ ശേഷവും പലവട്ടം പെൺകുട്ടിയെ പീഡിപ്പിച്ചതായും വൈശാഖൻ മൊഴി നൽകിയിട്ടുണ്ട്. അതിനിടെയാണ് വൈശാഖൻ ഭാര്യയുടെ അടുത്ത ബന്ധുവായ മറ്റൊരു പെൺകുട്ടിയെയും ലക്ഷ്യമിട്ടത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.